ഇവർ രണ്ടുപേരും ചെയ്ത കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി നമ്മളൊന്ന് തുലാസിൽ വെച്ച് അളന്നു നോക്കേണ്ടതുണ്ട്. അർജുനായങ്കി വെല്ലുവിളിച്ചത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയാണെങ്കിൽ ടി മോഹൻദാസ് വെല്ലുവിളിച്ചത് നമ്മുടെ ജനാധിപത്യത്തെയും മനുഷ്യത്വത്തെയും തന്നെയാണ്. ജന്തർ മന്ദിറിൽ സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും അവരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളിൽ കൂട്ടിയിടണമെന്നും ആക്രോശിച്ച സമരമുഖത്തെ സ്ത്രീകളെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ച ആ വാക്കുകൾ ഓർത്തു നോക്കൂ. ഒരു സാധാരണ ക്രിമിനൽ കുറ്റത്തേക്കാൾ എത്രയോ മടങ്ങ് ക്രൂരവും പൈശാചികവുമാണ് ആ ഫാസിസ്റ്റ് ചിന്താഗതി. CJP-യുടെ പ്രതിഷേധവേളയിൽ ഞാനായിരുന്നുവെങ്കിൽ അവിടേക്കെത്തി മുഴുവൻ ചെറുപ്പക്കാരെയും കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെച്ച് ആ ശവങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറയുന്ന TG മോഹൻദാസ് ഒരു ഭാഗത്ത്, തന്നെ അന്യായമായി കേസിൽ കുടുക്കിയ CI ഉദ്യോഗസ്ഥനെതിരെ അസഭ്യവർഷവും ഞാൻ ഇറങ്ങിയാൽ താങ്കളെ കണ്ടോളാം എന്ന മട്ടിലുള്ള ഭീഷണി ഉയർത്തുന്ന ഒരു റൗഡി എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരാൾ മറ്റൊരു വശത്തും നിൽക്കുന്നു. ഇവരിൽ ആരെയാണ് നിങ്ങൾ പിടിക്കാൻ തിടുക്കം കാണിച്ചത്? ആരുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നീക്കം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.